ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കറിയാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ഓഗസ്റ്റ് 2 ഒന്നാംഘട്ട എക്സാം നടക്കുകയാണ്. അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിലബസ് എൻ്റെ കയ്യിലുണ്ട്. നമുക്കറിയാം ഹിസ്റ്ററിക്ക് 5 മാർക്കാണ് വരുന്നത്. അത് വേൾഡ് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും ചേർന്നിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം കേരള ഹിസ്റ്ററി നോക്കാം. കേരള ഹിസ്റ്ററിയിൽ ഒന്നാമത് വരുന്നത് യൂറോപ്യന്മാരുടെ വരവ് സംഭാവനയും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ ഡച്ചുകാർ എന്നൊരു ടോപ്പിക്കിൽ നിന്നായിരിക്കും. സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. നവോത്ഥാന പ്രസ്ഥാനത്തിൽ നമുക്കറിയാം, നമ്മൾ പണ്ട് മുതലേ പഠിച്ചു വരുന്ന ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ട്. അവരുടെ കൃതികൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. കൃതികൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഈ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി പോലെയുള്ളവർ. അപ്പോൾ അവരുടെ കൃതികൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചിരിക്കുക. കൂടാതെ ഈ ഒരു കുറച്ച് കാലങ്ങളായിട്ട് പുതിയ കുറച്ച് നവോത്ഥാന നായകന്മാരെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന നവോത്ഥാന നായകന്മാരെ സ്കിപ്പ് ചെയ്യാതെ അവരെക്കുറിച്ചും അറിഞ്ഞിരിക്കുക. പിന്നെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം, വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പഠിക്കുക. ഇപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു, അത് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക. ഇപ്പോൾ അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, ഇതൊക്കെ നമ്മൾ കാലഗണനാ ക്രമത്തിൽ എഴുതാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ വളരെ കുറവായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഐക്യകേരള പ്രസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ്. ഇതിൽ വനിതാ ഭരണാധികാരികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കും. INC വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ അതിലെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും അവയിൽ എന്തൊക്കെ പ്രമേയങ്ങളാണ് പാസ്സാക്കിയതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതിൽ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് നേതൃത്വം നൽകിയത്, ഏതൊക്കെ സ്ഥലങ്ങളിൽ ആരൊക്കെയാണ് കലാപത്തിന് നേതൃത്വം നൽകിയതെന്ന് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിജി പങ്കെടുത്തിരുന്ന പ്രസ്ഥാനങ്ങളും അതൊക്കെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. സംസ്ഥാന പുനഃസംഘടന, അപ്പോൾ അതിൽ നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എപ്പോഴും വരുന്ന സെയിം ക്വസ്റ്റ്യൻസ് ആണ്. സംസ്ഥാന പുനഃസംഘടന കമ്മീഷനും സംസ്ഥാന പുനഃസംഘടന നിയമവും ഒക്കെ അറിഞ്ഞിരിക്കണം. അത് ഒരുപാട് പഠിക്കാനുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതിനുശേഷം നമ്മൾ വരുന്നത് വേൾഡ് ഹിസ്റ്ററിയിലാണ്. വേൾഡ് ഹിസ്റ്ററി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതൽ. കാരണം അതിനകത്ത് ഒരുപാട് വിപ്ലവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്ത് വരിക എന്ന് പറയുന്നത് കുറച്ച് ടൈം പിടിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇതിലെല്ലാ വിപ്ലവങ്ങളിൽ നിന്നും ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കട്ടപ്പോവുകയാണ് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു വിപ്ലവങ്ങളെയും ഒഴിവാക്കാൻ പറ്റില്ല. എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തെ അറിഞ്ഞിരിക്കുക, റഷ്യൻ വിപ്ലവത്തിലെ നേതാക്കന്മാരെ അറിഞ്ഞിരിക്കുക, അതുപോലെ ഇംഗ്ലണ്ട് വിപ്ലവം അറിഞ്ഞിരിക്കുക, അതുപോലെ അമേരിക്കൻ വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട, അത് ഫുള്ള് പഠിച്ചില്ലെങ്കിലും അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ബോസ്റ്റൺ ടീ പാർട്ടി പോലെയുള്ള സംഭവങ്ങൾ അറിഞ്ഞിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ടത് ഫ്രഞ്ച് വിപ്ലവം, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ വിപ്ലവമാണ്. അതിനുശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോണസ് മാർക്കായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാര്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞിട്ട് പോവുക. പിന്നെ കുറച്ച് അന്താരാഷ്ട്ര സംഘടനകൾ, അപ്പോൾ ഒരുപാടുള്ളത് കൊണ്ട് പഠിക്കാൻ പറ്റാതെ സ്കിപ്പ് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ ഏകദേശം അടുത്തടുത്ത വർഷങ്ങളിൽ വരുന്നത്, അല്ലെങ്കിൽ ഒരേ വർഷങ്ങൾ വരുന്നത്, അതുപോലെ തന്നെ ആസ്ഥാനങ്ങൾ ഒരുപോലെ വരുന്നത്, അവയൊക്കെ ഒരുമിച്ച് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ഈസി ആയിട്ട് പഠിക്കാൻ കഴിയും. അപ്പോൾ അത് മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ പഠിക്കാം. അപ്പോൾ ഹിസ്റ്ററിയിൽ നമ്മൾ ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ നോക്കിയിട്ട് പോകേണ്ടത്. ഇതിൽ നിന്ന് ജോഗ്രഫിയിൽ പോവുകയാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത് അന്തരീക്ഷത്തെക്കുറിച്ചിട്ട് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് കാണാം. അതുപോലെ തന്നെ അന്തരീക്ഷ മർദ്ദവും കാറ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ തികച്ചും നമുക്ക് റാങ്കിലൂടെ നയിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അന്തരീക്ഷ മർദ്ദവും കാറ്റും എന്നുള്ള ഏരിയയിൽ നിന്നൊക്കെ. അതുപോലെ തന്നെ മാപ്പുകൾ, അപ്പം മാപ്പുകളിൽ ധാരാതലീയ ഭൂപടങ്ങൾ അറിയുക. അതുപോലെ തന്നെ 10th ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഇത് മാപ്പുകളിൽ വരുന്ന ഇത് എന്തിനെ സൂചിപ്പിക്കുന്ന നിറമാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. അത് നിങ്ങളൊന്ന് അറിഞ്ഞിട്ട് പോവുക. SCR ടെക്സ്റ്റിൽ അതെല്ലാം ഉണ്ട്. കാരണം സമുദ്ര ചലനങ്ങൾ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതിനുശേഷം ഇന്ത്യൻ ജോഗ്രഫിയിലോട്ട് വരുമ്പോൾ ഉത്തരപർവ്വത മേഖല നിങ്ങൾ അറിഞ്ഞിട്ട് പോവുക. അതുപോലെ തന്നെ ഉപദ്വീപീയ നദികൾ, റോഡ് ജലഗതാഗതം അറിഞ്ഞിട്ട് പോവുക. അതുപോലെ ഊർജ്ജ സ്രോതസ്സുകൾ. കേരള ജോഗ്രഫിയിൽ വരുമ്പോൾ നിങ്ങൾ നദികളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. പ്രധാനമായിട്ടും കിഴക്കോട്ട് ഒഴുകുന്ന നദികളെ ഒന്ന് വായിച്ചു നോക്കുക. ധനതത്വശാസ്ത്രത്തിൽ പഞ്ചവത്സര പദ്ധതികൾ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗവും അറിഞ്ഞിരിക്കണം. നീതി ആയോഗിൽ ഇപ്പോഴത്തെ പുതിയ അംഗങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിനുശേഷം ഹരിത വിപ്ലവം ഒരുപാട് ക്വസ്റ്റ്യൻസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. അത് ഭരണഘടനയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളും ചുമതലകളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലിസ്റ്റുകൾ അറിഞ്ഞിരിക്കണം.
അതിനുശേഷം വരുന്നത് എന്താണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഭേദഗതികൾ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലിസ്റ്റുകൾ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ മൗലിക അവകാശങ്ങളും അറിഞ്ഞിരിക്കണം. അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അറിഞ്ഞിരിക്കണം. കേരളം ഭരണവും ഭരണ സംവിധാനവുമാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയും ഭൂപരിഷ്കരണങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ സംസ്ഥാന സിവിൽ സർവീസ് അറിഞ്ഞിരിക്കണം. ഭരണഘടനാ സ്ഥാപനങ്ങൾ അതും അറിഞ്ഞിരിക്കണം. അപ്പം ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും, അതിൽ നമ്മൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് തലച്ചോറ്. ബ്രെയിനിനെ കുറിച്ച് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ബ്രെയിനിനെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം ഗ്രന്ഥികൾ. അപ്പോൾ ഗ്രന്ഥികളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ തലച്ചോറിനെ കുറിച്ച്, ബ്രെയിനിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പായിട്ടും, പ്രത്യേകിച്ച് 10th ലെവൽ എക്സാമിന് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. ജീവകങ്ങളും ധാതുക്കളും, അപ്പം ഈസിയാണ്, വളരെ ഈസിയാണ് പഠിക്കാൻ. അതിനുശേഷം ഭൗതിക ശാസ്ത്രം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് പ്രകാശത്തെക്കുറിച്ച് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പം അതറിഞ്ഞിരിക്കുക. അതുപോലെ ചലന നിയമങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രകാശം അറിഞ്ഞിരിക്കുക. അതുപോലെ പ്രവൃത്തി, ഊർജം, പവർ, അതിൽ പ്രവൃത്തി, ഊർജം നന്നായിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ ഗുരുത്വാകർഷണ ബലം അതറിഞ്ഞിരിക്കുക. ബലങ്ങളിൽ കർഷണ ബലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഗുരുത്വാകർഷണ ബലം അറിഞ്ഞിരിക്കണം. പ്രകാശത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. പ്രവൃത്തി. അപ്പോൾ ഇത് ഇത്ര മെയിൻ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഫിസിക്സിൽ വരുന്നത്. രസതന്ത്രത്തിൽ നമ്മൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ആറ്റം, തന്മാത്ര, അതുപോലെ വാതക നിയമങ്ങൾ, അതുപോലെ തന്നെ ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നന്നായിട്ട്. കലാ, കായികം, സാഹിത്യം, എല്ലാ അവാർഡ്സുകളും, അപ്പം റീസെൻ്റ്ലി ഉള്ള അവാർഡുകളെല്ലാം അറിഞ്ഞിരിക്കണം. പ്രധാന കായിക ഇനങ്ങൾ അറിഞ്ഞിരിക്കുക. ഒളിമ്പിക്സ്, മെയിനായിട്ട് ഒളിമ്പിക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. സാഹിത്യത്തിൽ എഴുത്തുകാരും തൂലികാനാമങ്ങളും അറിഞ്ഞിരിക്കുക. കഥാപാത്രങ്ങൾ, കൃതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പ്രധാനപ്പെട്ട അവാർഡുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയാനുള്ളത് റീസെൻ്റിലുള്ള അവാർഡുകളാണ്. അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഐറ്റിൽ നിങ്ങൾ മെയിനായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ ഒരു ഏരിയയാണ്. അപ്പോൾ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് എപ്പോഴും കാണാറുള്ള ക്വസ്റ്റ്യൻസാണ്. ലാൻ, വാൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ. അപ്പോൾ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് അറിഞ്ഞിരിക്കണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ് അത് അറിഞ്ഞിരിക്കണം. അതിൽ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് അറിഞ്ഞിരിക്കണം. അതിനുശേഷം സൈബർ ക്രൈംസും സൈബർ ലോസും അറിഞ്ഞിരിക്കണം. അടുത്ത സുപ്രധാന നിയമങ്ങളാണ്. അപ്പോൾ സുപ്രധാന നിയമങ്ങളിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിവരാവകാശ നിയമം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ചെയർപേഴ്സണെ അറിഞ്ഞിരിക്കുക. എന്നാലും SC/ST കമ്മീഷൻ, അതുപോലെ മൈനോറിറ്റി കമ്മീഷൻ, ഇതിൻ്റെയൊക്കെ ചെയർപേഴ്സൺമാരെ അറിഞ്ഞിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിവരാവകാശ കമ്മീഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്.